ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തെരച്ചിൽ ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കും. ഡ്രഡ്ജറിൽ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്ന നടപടി തുടങ്ങി. 1 മണിയോടെ ഡ്രഡ്ജർ ഷിരൂരിലെത്തിക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം കിട്ടിയാൽ ഉടൻ തിരച്ചിൽ തുടരുമെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി MD മഹേന്ദ്ര ടോങ്രെ 24നോട് പറഞ്ഞു. ഷിരൂരിലെ കാലാവസ്ഥ നിലവിൽ തെരച്ചിലിന് അനുകൂലമാണ്. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുകയാണ്. അരുൺ, അവിടെ തെരച്ചിലിൽ എല്ലാ കാര്യങ്ങളും സജ്ജമാണ്. പ്രാഥമിക നടപടികൾ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ പുഴയിലെ ഒഴുക്ക് 3 നോട്ട്സിൽ താഴെയാണ്. കാലാവസ്ഥ അനുകൂലമാണ്. അപ്പോൾ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. എപ്പോൾ തെരച്ചിൽ ആരംഭിക്കും? ക്രിസ്റ്റീന, ഡ്രഡ്ജർ ഒരു 10:30 തന്നെ ഷിരൂരിൽ നിന്ന്, അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് ഒരു 500 മീറ്റർ അകലെ എത്തിക്കുകയും ഇവിടെ കരക്കടുപ്പിക്കുകയും ചെയ്തു. ഇവിടെ വെച്ചാണ് ഇതിന്റെ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്ന നടപടികൾ തുടങ്ങി. നമുക്കതിന്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ അതിന്റെ സാങ്കേതിക ഉദ്യോഗസ്ഥരും മറ്റ് അവരുടെ ജീവനക്കാരും ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്ന നടപടികൾ അത് നടത്തുകയാണ്. അതിനുശേഷം, അതായത് ഇതിന്റെ പൂർണ്ണമായി ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമായിരിക്കും ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള സ്പോട്ടിലേക്ക് ഇത് കൊണ്ടുപോവുക. കേവലം 500 മീറ്റർ മാത്രമാണ് അകലമുള്ളത്. ഏകദേശം ഒരു മണിയോടുകൂടി തന്നെ ഇത് പൂർത്തീകരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുമെന്നാണ് നേരത്തെ ഡ്രഡ്ജിംഗ് കമ്പനി MD ആയിട്ടുള്ള മഹേന്ദ്ര ഡോങ്രെ നമ്മോട് സംസാരിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ അത്തരം നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം ഇത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിച്ചേരും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ, ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ തെരച്ചിൽ തുടങ്ങാനാകും എന്നതാണ് പറയുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ഇന്ന് ഷിരൂരിൽ തെരച്ചിൽ തുടങ്ങും എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ പ്രതിനിധി ഉൾപ്പെടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ നേരത്തെ രാവിലെ അല്പം മഴയുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റോളം ശക്തമായ മഴ പെയ്തു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ മഴ മാറി നിൽക്കുന്നു. കാലാവസ്ഥ അനുകൂലമായിട്ടുണ്ട്. നിലവിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യമൊന്നുമില്ല. ഈ നിലവിൽ ഇൻസ്റ്റാളേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള സ്ഥലത്തേക്ക് ഈ ഡ്രഡ്ജർ കൊണ്ടുപോകും. അതിനുശേഷം ജില്ലാ കളക്ടർ ഉൾപ്പെടെ എത്തിയതിനു ശേഷം അവർ നിർദ്ദേശം നൽകിയാൽ ഉടൻ ഈ തെരച്ചിൽ നടപടി തുടങ്ങും എന്നതാണ് എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവിടെ പ്രധാനപ്പെട്ട ചില സ്പോട്ടുകളുണ്ട്. നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ള നാവികസേനയും മറ്റ് സേനാ വിഭാഗങ്ങളും ഡ്രോൺ റഡാർ പരിശോധനയിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടുകളുണ്ട്. അതിൽ നാവികസേന ഒടുവിൽ കണ്ടെത്തിയ നേരത്തെ ലോറിയുടെ പാർട്സും ലോറിയുടെ തടി കെട്ടാൻ ഉപയോഗിച്ച കയറും കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രൈം പോയിന്റ് ഉണ്ട്. അതിൽ ഒരു 30 മീറ്റർ സറൗണ്ടിൽ ചുറ്റളവിലുള്ള ആ സ്ഥലത്തെ പുഴക്കടിയിലുള്ള കല്ലും മണ്ണുകളായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് ആദ്യം നീക്കം ചെയ്യുക എന്നതാണ് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങളാണ്, നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉപകരണങ്ങൾ ഘടിപ്പിച്ചാലുടൻ അത് പൂർത്തിയായതിനു ശേഷം, ഇപ്പോൾ നിലവിൽ അത് പൂർത്തിയായിട്ടില്ല, അതിനുശേഷമായിരിക്കും ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള സ്ഥലത്തേക്ക് ഈ ഡ്രഡ്ജർ കൊണ്ടുപോവുക. അന്ന് ഈ മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം വലിയ തോതിൽ മണ്ണിന്റെ കൂമ്പാരങ്ങൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പല വസ്തുക്കളടക്കം അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നത് വലിയ ദുഷ്കരമായ ഒരു നടപടിയാണല്ലോ. അത് എത്ര സമയം എടുക്കും? ആ രീതിയിലുള്ള വിവരങ്ങളൊക്കെ ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നവർ പങ്കുവച്ചിട്ടുണ്ടോ? അതായത് 4 സ്പോട്ടുകളായിട്ടാണ് ഇതിന് മണ്ണ് നീക്കം ചെയ്യാനുള്ളത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാവികസേനയുടെ അവർ സോണാർ പരിശോധനയിലും പിന്നീട് ഈ മാൽപേ സംഘവും നാവികസേനയും നടത്തിയ പരിശോധനയിൽ ഈ ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്തെ അവിടുന്ന് ഈ ലോറിയുടെ പാർട്സ് ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ ആ മൺതിട്ടയോട് ചേർന്നിട്ടുള്ള 3 സ്പോട്ടുകൾ കൂടിയുണ്ട്. ഇവിടെയെല്ലാം വലിയ രീതിയിൽ, ഇപ്പോൾ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ പുഴയുടെ അടിത്തട്ടിൽ വലിയ രീതിയിൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട്. മണ്ണു മാത്രമല്ല, വലിയ കല്ലുകൾ അവിടെ ഉണ്ട്. നേരത്തെ ഈ കഴിഞ്ഞ മാസം തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ഈ മാൽപേ സംഘത്തിൽ ഉൾപ്പെട്ട ഈശ്വർ മാൽപേയും അതോടൊപ്പം തന്നെ ഈ നാവികസേനയുടെ ഉദ്യോഗസ്ഥരൊക്കെ പങ്കുവച്ച വിവരമനുസരിച്ച് അത് വലിയ തടസ്സമാണ്. ഈ ആഴത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള തെരച്ചിലിന് വലിയ തടസ്സമാണ്. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രഡ്ജർ എത്തിക്കുന്നത്. പക്ഷേ ഡ്രഡ്ജർ ഉപയോഗിച്ച് അത് വളരെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത്. നേരത്തെ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ MD പറഞ്ഞത് ഇതിന് 3 ദിവസമാണ് അവർക്ക് ആവശ്യമായി വരിക. നേരത്തെ അവർ തന്നെ അതിൻ്റെ ഒരു പ്രാഥമിക പരിശോധനയൊക്കെ പൂർത്തീകരിച്ചതാണ്. അപ്പോൾ ഒരു 3 ദിവസമാണ് പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്യാൻ ആവശ്യം വരും. പക്ഷേ ഇതിൻ്റെ നടപടികൾ, അതായത് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ വളരെ നിർണായകമാണ്. എന്തെങ്കിലും ഒരു ക്ലൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന കണ്ടെത്താൻ സാധിക്കും എന്ന
ഇത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അത്തരം നടപടികളിലൊക്കെ ആയിരിക്കും ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുക. ഇന്നെന്തായാലും തെരച്ചിൽ തുടങ്ങും. പക്ഷേ ഏറെ രാത്രി സമയത്ത് എന്തായാലും തെരച്ചിൽ ഉണ്ടാവില്ല, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഉണ്ടാവില്ല. ഒരു 6 മണിയോടെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത്. പിന്നീട് നാളെ ആയിരിക്കും തെരച്ചിൽ ഉണ്ടാവുക. അപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു സൂചന ലഭിക്കും, അല്ലെങ്കിൽ ഈ ലോറി ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലത്തൊക്കെയാണ് മണ്ണ് നീക്കം ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായി അവിടെ എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയൊക്കെയുണ്ട്. എന്തായാലും ഈ പുഴയുടെ അടിത്തട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഏത് സമയവും നാവികസേനയും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ സംഘവും ഈ ആഴത്തിലിറങ്ങിയുള്ള തെരച്ചിലിന് തയ്യാറായി തന്നെ അവർ നിൽക്കുന്നുണ്ട്. നേരത്തെ ഈശ്വർ മാൽപ്പ ഇവിടെ ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. നാവികസേനയും ഇതിനകം തന്നെ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമാണ്. ഇതുവരെ അവരെ വിഡ്രോ ചെയ്തിട്ടില്ല. നാവികസേനയും ഇപ്പോൾ ഈ ദൗത്യത്തിന്റെ ഭാഗം തന്നെയാണ്. അവർ ഈ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ അവരുടെ നടപടികൾ, അവർ ഈ ഡീപ്പ് ഡൈവിംഗ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനെ അർജുന്റെ കുടുംബവും ജില്ലാ ഭരണകൂടവും എല്ലാം കാണുന്നത്. ആ പ്രതീക്ഷ സഫലമാകട്ടെ. ഷിരൂരിൽ എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജമാണ്. കാലാവസ്ഥയടക്കം അനുകൂലമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ്.